ഞാനും ജോസുമൊക്കെ പാടെ റാഷിനെ അങ്ങോട്ട് പോവുകയാണ്. പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ അവിടെയാണ് ഇപ്രാവശ്യത്തെ പെരുന്നാൾ. അപ്പം അതിനുള്ള ഒരുക്കാണ് കേട്ടോ ഈ കാണുന്നത്. കുറേ ദിവസമായി ഓനെ കിസ് ചെയ്തിട്ട് എന്നുള്ള നുണപ്പരാതിയൊക്കെ പറഞ്ഞിട്ട് ഓന് കടന്ന് തുള്ളിച്ചാടാണ് കിസ് കിട്ടിയതിൻ്റെ പേരിൽ. അപ്പോൾ നമ്മൾ ഉച്ചക്കാലത്തെ ബസ്സിനാണ് കേട്ടോ പോണത്. ട്രെയിനിന് ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ പോകാൻ സമ്മതിക്കില്ല വാപ്പ. അപ്പോൾ ഇത്രയും വലിയ ലഗേജ് എടുത്തിട്ടാണ് പോകുന്നത്. പെരുന്നാളും കല്യാണവും എല്ലാം പാടെ ഒന്ന് കൂടാണ്ട്. അപ്പോൾ ഇനി പോയിട്ട് വേണം അതിനുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ. അങ്ങനെ ജെസു ഉമ്മാൻ്റെയിലും എല്ലാവരുടെയും ബായ് പറഞ്ഞ അപ്പുറത്തെ വീട്ടിലത്തെ കടയിലൊക്കെ പോയി സ്ഥിരം മിഠായി മേടിക്കുന്ന കടയിലൊക്കെ പോയി ബായ് പറഞ്ഞ എല്ലാവരുടെ അടുത്തും ബായ് പറഞ്ഞ അവസാനം നമ്മൾ ഒലോക്കോട് നിന്നാണ് ബസ് കയറാൻ പോണത്. അങ്ങനെ ഒലോക്കോട് കുറേ നേരം വെയിറ്റ് ചെയ്ത് VM 1:15 വരുന്നത്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓനിക്ക് മിഠായി വേണം പറഞ്ഞ് ഈ ഒരു സൈക്കിൾ മിഠായി മേടിച്ചു. അങ്ങനെ നമ്മൾ KSRTCയിലാണ് കയറിയത്. കാരണം VM 1:15 ആകും. അതിന് മുമ്പ് 1 മണിക്ക് ഈ ബസ് വന്നപ്പോൾ ശരി ഇതിൽ സമാധാനത്തിൽ ഇരുന്ന് പോകാമല്ലോ പറഞ്ഞാൽ അങ്ങനെ കയറിയതാണ്. നമ്മളിരുന്നത് നേരെ ഓപ്പോസിറ്റാണ് ഡ്രൈവറിൻ്റെ. അപ്പോൾ അതൊക്കെ ആ ഡ്രൈവിംഗ് ഒക്കെ കണ്ട് ജെസു അങ്ങനെ തിരിക്കണമല്ലേ ഇങ്ങനെ തിരിക്കണമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം ജെസുക്ക് സീറ്റ് കിട്ടിയപ്പോൾ ഓന് സുഖമായി എൻ്റെ മടിയിൽ കടന്നു കേട്ടോ. പിന്നെ പെരിന്തൽമണ്ണ എന്തൊക്കെയോ പണി നടക്കണ കാരണം നമ്മൾ വെള്ളമൊന്നും മേടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയതും കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഒരു 10-20 മിനിറ്റ്. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു, ഫുള്ള് മുഖത്തേക്കായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേനും ജെസു ഉറങ്ങി കേട്ടോ. ജെസു ഇപ്രാവശ്യം നേരം വൈകിട്ട് ഉറങ്ങിക്കണം. മണ്ണാർക്കാട് എത്തുമ്പോഴത്തേനും ഉറങ്ങുന്ന ആളാണ്. പെരിന്തൽമണ്ണ കഴിഞ്ഞിട്ട് ഉറങ്ങി. അങ്ങനെ നമ്മുടെ നിലമ്പൂരെത്തി. ആ തേക്കൊക്കെ കണ്ടപ്പോൾ മനസ്സിലായില്ലേ. അങ്ങനെ അതൊക്കെ ഒരു വീഡിയോ എടുത്ത് പിന്നെ നേരെ റാഷിനെ കണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാത്ത കാരണം ഷവർമ്മ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഷവർമ്മേൻ്റെ ഒപ്പം ആദ്യമായിട്ടാണ് ഈ ഷോപ്പിൽ വന്നിട്ട് കോഫി ട്രൈ ചെയ്ത് നോക്കണത്. അങ്ങനെ കോഫി കുടിച്ചപ്പോൾ അടിപൊളി കോഫി, മധുരം ഇത്തിരി കമ്മിയായിരുന്നു. പിന്നെ ഇടിയിപ്പിച്ചു. പിന്നെ ഷവർമ്മ വന്നു. ജസൂക്ക് എനിക്കും ഒരെണ്ണം, റാഷിക്കൊന്ന്, അങ്ങനെയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അടിപൊളി ഷവർമ്മയാണ് കേട്ടോ. ഇവിടുത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അടിപൊളി ഷവർമ്മയാണ്. അങ്ങനെ ഷവർമ്മയൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവസാനം ജസു പറഞ്ഞു എനിക്ക് മതിയെന്ന്. അപ്പോൾ അത് വേഗം ഞാനെടുത്തു. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കാൻ റാഷി ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചെടുത്ത് ഞാൻ അവസാനത്തെ ആ ബൈറ്റ് ആസ്വദിച്ച് കഴിച്ചു വെച്ചാൽ പെട്ടെന്ന് ജസു പറഞ്ഞു എന്തിനാ എൻ്റെ അടുത്ത് കഴിച്ചതെന്ന്. അപ്പോൾ ഞാൻ ഒന്ന് ഷോക്കായി. അങ്ങനെ ആ ഷോക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ട് നമ്മുടെ മൊബൈലൊന്ന് കേട് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് നേരാക്കാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് അത് മേടിക്കാൻ വന്നതാണ്. ഇനി വീട്ടിൽ പോയി യാത്ര ചെയ്ത ക്ഷീണമൊക്കെ മാറ്റിയിട്ട് ടൗണിക്കൊന്നും കൂടെ വരണം.